ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. Once upon a time there was a little mouse. അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു ചെറിയ മൗസ് ഉണ്ടായിരുന്നു. അത് കൺട്രി മൗസ് ആയിരുന്നു. കൺട്രി സൈഡിൽ താമസിക്കുന്ന, നാട്ടിൻ പുറത്ത് താമസിക്കുന്ന ഒരു കൺട്രി മൗസ് ഉണ്ടായിരുന്നു. ഒരിക്കൽ അത് ഒരു സിറ്റി മൗസിനോട് പറഞ്ഞു, നീ എന്റെ നാടൊക്കെ കാണാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വരിക, നീ എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അങ്ങനെ നമ്മുടെ സിറ്റി മൗസ് എങ്ങോട്ടേക്ക് പോയി? കൺട്രി മൗസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രി സൈഡിലേക്ക് പോയി. Once upon a time there was a little mouse. He lived in the countryside. One day he asked a little mouse from the city to visit him. When the city mouse arrived, they sat down for dinner. അങ്ങനെ നമ്മുടെ സിറ്റി മൗസ് വന്നപ്പോ കൺട്രി മൗസും സിറ്റി മൗസും കൂടി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു. The country mouse served barley and grain. എന്തൊക്കെയാ കൊടുത്തത് കൺട്രി മൗസ്? ബാർലി കൊടുത്തു, ഗ്രെയിൻസും കൊടുത്തു. The city mouse was surprised. അപ്പൊ ഈ ബാർലിയും ഗ്രെയിനും ഒക്കെ കാണുമ്പോൾ നമ്മുടെ സിറ്റി മൗസ് സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്തിനു വേണ്ടിട്ടാ? Really, he said, you do not eat well at all. You should see how I live. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ ബാർലിയും ഗ്രെയിൻസും മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. നീ എന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. You should see how I live. ഞാൻ എങ്ങനെയാണ് താമസിക്കുന്നതെന്ന് നീ കാണേണ്ടതുണ്ട്. I have all sorts of fine things to eat every day. എനിക്കാണെങ്കിലോ എല്ലാ ദിവസവും ഇഷ്ടംപോലെ സാധനങ്ങള്, അതും അത്രയും ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി ഉണ്ട്, എന്റെ ചുറ്റിനുമുണ്ട്. You must come to visit me. നീ എന്നെ കാണാൻ തീർച്ചയായിട്ടും വരണം. ഞാൻ സ്പീഡിൽ പോകുന്നത് ഞാൻ ഒരു പ്രാവശ്യം എടുത്ത കാര്യം ആയതുകൊണ്ടാണ്. You must come to visit me. It is really very nice to live in the city. സിറ്റിയിൽ താമസിക്കുക എന്നുള്ളത് അത്രയും മനോഹരമായ കാര്യമാണ് അല്ലെ? നീ ഈ കൺട്രി സൈഡിലൊന്നും താമസിക്കണ്ട, നീ എന്നെ വന്ന് നോക്കിയേ, ഞാൻ സിറ്റിയിലല്ലേ താമസിക്കുന്നത്. ഐ എം വെരി ഹാപ്പി അല്ലെ? ഐ എം വെരി ഹാപ്പി ഇൻ സിറ്റി. യു മസ്റ്റ് കം ടു വിസിറ്റ് മീ. നീ എന്തായാലും എന്നെ ഒന്ന് കാണാൻ വരണം. ഇറ്റ് ഈസ് റിയലി വെരി നൈസ് ടു ലിവ് ഇൻ ദ സിറ്റി. ഓക്കെ, നെക്സ്റ്റ് പാര. The country mouse did just that. After some time he went to the city to visit his friend. അപ്പൊ നമ്മുടെ കൺട്രി മൗസിനെ സിറ്റി മൗസ് വിളിച്ചിട്ടുണ്ട് അല്ലെ? ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൺട്രി മൗസ് എന്ത് ചെയ്തു? കുറച്ച് സമയത്തിന് ശേഷം സിറ്റിയിലേക്ക് പോയി. എന്തിനു വേണ്ടിട്ടാ? To visit our city mouse. The country mouse did just that. After some time he went to the city to visit his friend. സ്പീഡിലാണ് മിസ് പോകുന്നത്, കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം എടുത്തതാണ്. Okay. The city mouse took the country mouse to see a cupboard. എന്നിട്ട് അവർ ആദ്യം എങ്ങോട്ടേക്കാ പോയത്? ആദ്യം നമ്മുടെ കൺട്രി മൗസിന്റെ സിറ്റി മൗസ് എന്താ കാണിച്ചു കൊടുത്തത്? He showed the cupboard. നമ്മൾക്കറിയാം കബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന കുഞ്ഞു കുഞ്ഞു അലമാരകളാണ് അല്ലെ? കിച്ചണിലുള്ള നിങ്ങൾക്ക് അറിയില്ലേ? കബോർഡ്സ് അറിയില്ലേ? കുഞ്ഞു കുഞ്ഞു അലമാര പോലെ താഴെയുള്ളതാണ് അല്ലെ ടൗഷനെ? The country mouse did just that. After some time he went to the city to visit his friend. The city mouse took the country mouse to see a cupboard. ആദ്യം കൊണ്ടുപോയത് അങ്ങോട്ടേക്കാണ്? കബോർഡ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് നമ്മുടെ കൺട്രി മൗസിന് ഇതൊന്നും അറിയില്ല. കബോർഡ് എന്താണെന്നോ കിച്ചൺ എന്താണെന്നോ ഒന്നും അറിയില്ല അല്ലെ? It was in the kitchen of the house where he lived. ആ കബോർഡ് എവിടെയായിരുന്നു? It was in the kitchen അല്ലെ? അവർ താമസിക്കുന്ന ആ കിച്ചണിലായിരുന്നു എന്തുണ്ടായിരുന്നത്? കബോർഡ് ഉണ്ടായിരുന്നത്. They climbed onto the lowest shelf. എന്നിട്ട് അവർ എങ്ങോട്ടേക്ക് കയറി? They climbed onto the lowest shelf of the cupboard. Lowest shelf എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അടിയിലുള്ള, ഏറ്റവും താഴെയുള്ള കബോർഡിലേക്ക് വേഗം കയറി. They climbed onto the lowest shelf. There behind some stone jars stood a big paper bag of brown sugar. അപ്പൊ അവിടെ ഒരു രണ്ട് സ്റ്റോൺ ജാറിന്റെ പുറകിലായിട്ട്, രണ്ട് ജാറിന്റെ പുറകിലായിട്ട് അവിടെ എന്തുണ്ടായിരുന്നു? There stood a big paper bag of brown sugar അല്ലെ? അപ്പൊ ബ്രൗൺ ഷുഗറിന്റെ ഒരു പേപ്പർ ബാഗ് അവിടെ ഉണ്ടായിരുന്നു. The city mouse gnawed a hole in the bag. നോഡിന്റെ മീനിങ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. എന്താ നോഡ്? നോഡിന്റെ മീനിങ് എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നത്? ആർക്കാ പറയാൻ പറ്റുക? ജെവിൻ can say. ഫവാസിനല്ല ഉറക്കം വന്നിട്ട് അല്ലെ ഫവാസെ? ഉച്ച കൊണ്ടുപോയിട്ട് ക്ലാസ്സും വെച്ചിട്ട് കരണ്ട് തിന്നുക.
കാർന്ന് തിന്നുന്നതിന് നമ്മൾ എന്ത് പറയാ? നോവ്ഡ് എന്ന് പറയാ അല്ലെ? എലികൾ എന്ത് ചെയ്യും? കരണ്ട് തിന്നും. മ്യൂട്ട് ചെയ്ത മോനെ. അതെ, കറക്റ്റ് ആണ്. The city mouse gnawed a hole in the bag. സിറ്റി മൗസ് എന്ത് ചെയ്തു? ആ ബാഗിന് ഒരു ഹോൾ ഉണ്ടാക്കി. കാർന്ന് തിന്നതിന് ഒരു ബാഗ് ഉണ്ടാക്കി. Then he invited his friends to nibble for himself. Nibble എന്താ? nibble. നിബിളിന്റെ മീനിങ് എന്തായിരുന്നു മിസ് പറഞ്ഞത്? പറഞ്ഞോ, നിബിളിന്റെ മീനിങ് അറിയാവുന്ന ആരാണുള്ളത്? Nibble means what? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവർക്കറിയാം. കുറച്ചായിട്ട് കഴിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? നിബിൾ എന്ന് പറയാം. ഓക്കെ, അല്പാൽപമായിട്ട് കഴിക്കുന്നതിനാണ് നിബിൾ എന്ന് പറയാം. അല്ലേ? നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പാൽപമായിട്ട് കുറച്ചായിട്ട് കഴിക്കുന്നതിനാണ് നമ്മൾ നിബിൾ എന്ന് പറയാ. നോൺ എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുക, കരണ്ട് തിന്നുക. ഓക്കെ. Then he invited his friends to nibble for himself. അല്ലെ? അപ്പൊ ആ പേപ്പർ ബാഗിന് ഒരു എന്താ ഹോൾ ഉണ്ടാക്കിയിട്ട് സിറ്റി മൗസ് കൺട്രി മൗസിനെ വിളിച്ചു, വാ ഇത് വന്ന് തിന്നു. എന്തിനു വേണ്ടിട്ടാ വിളിച്ചത്? അത് കഴിക്കാൻ പറ്റും. ആ പേപ്പർ ബാഗിൽ നിന്ന് വരുന്ന ബ്രൗൺ ഷുഗർ കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സിറ്റി മൗസ് ആരെ വിളിച്ചു? കൺട്രി മൗസിനെ വിളിച്ചു. The two little mice nibbled and nibbled. മൈസ് എന്താ? മൈസ് എന്താണ്? പ്ലൂറൽ ഫോം ഓഫ് മൗസ് ആണ്. മൗസ് എന്ന് പറഞ്ഞാൽ എലി, മൈസ് എന്ന് പറഞ്ഞാൽ എലികൾ. ഓക്കെ, മൗസ് എന്ന് പറഞ്ഞാൽ എലി, മൈസ് എന്ന് പറഞ്ഞാൽ എലികൾ. പ്ലൂറൽ ഫോം ഓഫ് മൗസ്. Okay. The country mouse thought it was the most delicious thing he had eaten. രണ്ടുപേരും കൂടി ആ ഷുഗർ കഴിക്കാൻ വേണ്ടി തുടങ്ങി അല്ലെ? ബ്രൗൺ ഷുഗർ കഴിക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് നമ്മുടെ കൺട്രി മൗസ് എന്താ വിചാരിച്ചത്? The country mouse thought it was the most delicious thing he had eaten. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് അല്ലെ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? ഇപ്പൊ ഞാൻ കഴിച്ച ബ്രൗൺ ഷുഗർ ആണ്. കാരണം നമ്മുടെ കൺട്രി മൗസ് ആകെ കഴിച്ചത് എന്താണ്? ഗ്രെയിൻസും അല്ലേ? ആകെ കഴിച്ചത് ബാർലിയും ഗ്രെയിൻസ് ഒക്കെയാ. അവിടുന്നാണ് ഈ ബ്രൗൺ ഷുഗർ കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കൺട്രി മൗസ് വിചാരിച്ചു ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇത് തന്നെയാണ്. How lucky the city mouse is. എന്ത് ഭാഗ്യാണല്ലേ ഈ സിറ്റി മൗസിനെന്ന് നമ്മുടെ കൺട്രി മൗസ് വിചാരിച്ചു. How lucky the city mouse is, he thought as he ate. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മുടെ കൺട്രി മൗസ് ആലോചിച്ചു. Suddenly the door opened. പെട്ടെന്ന് ആ ഡോർ ഓപ്പൺ ആയി. Suddenly means quickly, പെട്ടെന്ന്. Suddenly means quickly, Quickly, quickly. Soon, പെട്ടെന്ന്. Then suddenly the door opened. പെട്ടെന്ന് വാതിൽ തുറന്നു. എന്നിട്ടോ the cook had come in to get some flour. അല്ലെ? എന്തിനു വേണ്ടി ആരാ വന്നത്? cook had come in to get some flour. അല്ലെ? ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിപ്പൊടിയാണ്, പൊടി. ഓക്കെ, മാവ്, പൊടിയാണ്. അപ്പൊ ഈ ഫ്ലോർ എടുക്കാൻ വേണ്ടിട്ട് കുക്ക് വന്നതാണ് അല്ലെ? കിച്ചന്റെ വാതിൽ തുറന്നിട്ട്. എന്നിട്ടോ run whispered the city mouse. അത് കേട്ടപാടെ, ആ ഡോർ എടുക്കുന്ന സൗണ്ട് കേട്ടപാടെ നമ്മുടെ സിറ്റി മൗസ് കൺട്രി മൗസിനോട് പറഞ്ഞു ഓടിക്കോ അല്ലെ? റൺ. എന്താ ഡോഷനെ? ഹെഡ്സെറ്റ് എല്ലാം അങ്ങ് മാറ്റിയിരുന്നേ. ഹെഡ്സെറ്റ് ഒന്നും വേണ്ട ക്ലാസ്സിൽ ഇരിക്കുമ്പോ. ഓക്കെ. Whispered means മന്ത്രിക്കുക, മർമറിങ്. Whispered means മന്ത്രിക്കുക, മർമറിങ്. ചെറിയ സൗണ്ടിൽ പറയുന്നതിന് എന്ത് പറയാ? Whispered എന്ന് പറയാ. Okay. The country, okay, run, whispered the city mouse. They ran as fast as they could. അവരെ കൊണ്ട് കഴിയും വിധം അവര് സ്പീഡിൽ ഓടിപ്പോയി. They rushed into the hole from where they had come in. എന്നിട്ട് അവർ എങ്ങോട്ടേക്ക് പോയി? അവർ സ്പീഡിൽ ഓടി എങ്ങോട്ടേക്കാ? അവർ ആദ്യം വന്ന ആ ഹോളിലേക്ക് തന്നെ വേഗത്തിൽ ഓടിപ്പോയി. They rushed into the hole from where they had come in. The country mouse was shaking all over. However, the city mouse said, "That is nothing. She will soon go away. Then we can go back." എന്നിട്ടോ they rushed into the hole from where they had come in.
The country mouse was shaking all over. However, the city mouse said, "Alle, നമ്മുടെ country mouse ന് ഓടിയിട്ട് മടുത്തു അല്ലേ? Our country mouse was shaking by fear അല്ലേ? പേടിച്ച് വിറച്ചു പോയി. എന്നിട്ടോ, however, the city mouse said, അപ്പോൾ city mouse പറഞ്ഞു, that is nothing. അതൊന്നുമില്ല. She will soon go away. അവൾ ഇപ്പൊ തന്നെ പോയിക്കോളും. കുക്ക് വന്നതാണ്, അവൾ ആ ഫ്ലോർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവൾ ഇപ്പൊ തിരിച്ചു പോയിക്കോളും. And then we can go back. എന്നിട്ട് നമ്മൾക്ക് എങ്ങോട്ട് പോവാം? പിന്നെയും തിരിച്ചു പോകാം. Then we can go back. പിന്നെയും നമുക്ക് ബ്രൗൺ ഷുഗർ കഴിക്കാൻ വേണ്ടി പോകാം. After the cook had gone away and shut the door, they stole softly back. This time the city mouse had something new to show him. He took the country mouse into the corner on the top shelf. A big jar of dried raisins stood there open. After much tugging and pulling, they got a large dried raisin out of the jar on the shelf and began to nibble at it. Next paragraph നോക്കുക. After the cook had gone away and shut the door. ആ കുക്ക് പോയിട്ട് വാതിലടച്ചതിന് ശേഷം they stole. Stole means what? Stole. മോഷ്ടിക്കുക. Stole. Okay. Stole എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷ്ടിക്കുക. They stole softly back. Okay. Next, they stole softly back. This time the city mouse had something new to show him. ആ സമയത്ത് നമ്മുടെ ആർക്ക് സിറ്റി മൗസിനെ കൺട്രി മൗസിനെ കാണിക്കാൻ വേണ്ടി പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. This time the city mouse had something new to show him. He took the country mouse into the corner on the top shelf. നമ്മുടെ സിറ്റി മൗസ് എങ്ങോട്ടേക്കാ കൊണ്ടുപോയത്? എങ്ങോട്ടേക്കാ കൊണ്ടുപോയത് അവനെ? പറഞ്ഞേ. കൺട്രി മൗസിനെ നെക്സ്റ്റ് ടൈം എങ്ങോട്ടേക്കാ കൊണ്ടുപോയത്? പറഞ്ഞേ ആൻസർ. ആർക്കുമില്ല. എങ്ങോട്ടേക്കാ കൊണ്ടുപോയത് വായിച്ചു നോക്കടോ. After the cook had gone away and shut the door, they stole softly back. This time the city mouse had something new to show him. He took the country mouse into a corner on the top shelf. എങ്ങോ കൊണ്ടുപോയത്? ടോപ്പ് ഷെൽഫിന്റെ കോർണറിലേക്കാ കൊണ്ടുപോയത് അല്ലേ? അല്ലേ ഏഞ്ചൽ റോസ്? നിങ്ങളല്ലേ ഈ ഫോണും കൊണ്ട് എന്താ കളിക്കുന്നത്? ജൂലിയറ്റ്, ടോഷിനെ ഇനി അനങ്ങിക്കൊണ്ടിരുന്നല്ലേ ക്ലാസ്സിൽ ഇരിക്കണ്ട കേട്ടല്ലോ. ജെവിൻ, ഈ ഫോൺ എന്തിനെ കയ്യിൽ പിടിക്കുന്നത്? നിങ്ങൾ എത്ര പ്രാവശ്യം പറയണത്? പിന്നെ നോക്കിക്കോ. ടോഷൻ എവിടെയില്ലേ വെക്കാൻ സ്ഥലം? ടോഷനെ ഞാൻ വിളിച്ചേക്കാം പപ്പേനെ, കുഴപ്പമില്ലല്ലോ അപ്പം. Okay, next. He took the country mouse into the corner on the top shelf. അല്ലേ? മുകളിലുള്ള ഷെൽഫിന്റെ കോർണറിലേക്ക് കൊണ്ടുവച്ചു. A big jar of dried raisins stood there. Dried raisins means ഉണക്കമുന്തിരിയാണ്. Raisin. Okay. Raisin means ഉണക്കമുന്തിരിയാണ് ഇവിടെ. Okay. A big jar of dried raisins stood there, open. After much tugging and pulling. What do you mean by tugging and pulling? Tugging and pulling means what? എന്താണ് ടഗിങ്ങിന്റെ പുള്ളിങ്ങിന്റെ ഒക്കെ മീനിങ്? അവർക്ക് അവിടെ തുറന്നു വെച്ചിട്ടുണ്ടോ? ഇതാ എടുത്ത എലികൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും അടുക്കളയില്. അവരെന്ത് ചെയ്തും കുറെ കഷ്ടപ്പെടും. വലിക്കലും പിടിക്കലും ഒക്കെ നടന്നതിന് ശേഷമാണ് അവർക്ക് കിട്ടുന്നത് അല്ലേ? ഓക്കെ. After much tugging and pulling, they got a large dried raisin out of the jar on the shelf and began to nibble at it. അവരെന്ത് ചെയ്തു? പിന്നെയും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം അവർക്കൊരു റൈസിൻ കിട്ടി. എന്നിട്ടോ
they started to nibble it. അവര് പിന്നെ അത് കാർന്ന് തിന്നാൻ വേണ്ടി തുടങ്ങി. This was even better than the brown sugar. അപ്പൊ ഇപ്പൊ എന്റെ കൺട്രി മൗസ് തോന്നിയത്, ആദ്യം തോന്നി ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് ബ്രൗൺ ഷുഗർ ആണെന്ന്. ഇപ്പൊ ഈ റൈസും കഴിച്ചപ്പോ കൺട്രി മൗസ് എന്താ പറഞ്ഞത്? This was even better than the brown sugar. ബ്രൗൺ ഷുഗറിനെ കാട്ടിൽ ഏറ്റവും നല്ലത് ഏത് തന്നെയാണ്? ഈ റൈസും തന്നെയാണ്. The country mouse liked the taste so much that he ate as fast as he could. കൺട്രി മൗസിന് ആ റൈസിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്, അവന് കഴിക്കാൻ പറ്റുന്നതിലും അത്രയും സ്പീഡിൽ അവൻ ആ ഇത് തന്നു, ആ റൈസും കഴിക്കാൻ തുടങ്ങിയില്ല, കഴിച്ചു. All at once they heard a scratching at the door and a sharp loud mew. ആ സമയത്ത് all at once they heard a scratching at the door. ഡോറിന് സ്ക്രാച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് കേട്ടു അല്ലേ? and a sharp loud mew. മ്യൂ സൗണ്ട് ഉണ്ടാക്കുന്നത് ആരാണ് നിദ ഫാത്തിമ? ആരാ മ്യൂ സൗണ്ട് ഉണ്ടാക്കുക? കാറ്റ്സ് ആണ് അല്ലെ? പൂച്ചകളാണ് മ്യൂ സൗണ്ട് ഉണ്ടാക്കുക. യെസ്. വാട്ട്സ് ദാറ്റ്? ആസ്ക്ഡ് ദ കൺട്രി മൗസ്. അപ്പൊ കൺട്രി മൗസ് ചോദിച്ചു സിറ്റി മൗസിനോട്, വാട്ട്സ് ദാറ്റ്? എന്താണത്? നമ്മുടെ കൺട്രി മൗസ് ഇതുവരെ ഈ കാറ്റിന്റെ ഒന്നും സൗണ്ട് കേട്ടിട്ടില്ല. The city mouse whispered. Then he ran as fast as he could to the hall. The country mouse ran after him. As soon as they were out of danger, the city mouse said, that was the old cat. She is the best mouse in town. If she gets you, you are lost. എന്താ പറഞ്ഞത്? നമ്മുടെ കൺട്രി മൗസ് ചോദിച്ചു വാട്ട്സ് ദാറ്റ്? എന്താണത്? എന്താ സൗണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സിറ്റി മൗസ് പറഞ്ഞു മിണ്ടാൻ പാടില്ല അല്ലേ? നോക്ക. Then he ran as fast as he could do it to the hole. അതിന് പറ്റാവുന്ന അത്രയും സ്പീഡിൽ നമ്മുടെ സിറ്റി മൗസ് പോയി ആ ഹോളിൽ ഇരുന്നു. ആദ്യത്തെ ഹോളില്ലേ ഇവര് വന്ന്, ആ ഹോളിന്റെ അടുത്ത് പോയിരുന്നു. പുറകെ തന്നെ ആരും പോയി? നമ്മുടെ കൺട്രി മൗസും പോയി അല്ലേ? എന്നിട്ടോ the country mouse ran after him. കൺട്രി മൗസും സിറ്റി മൗസിന്റെ പുറകെ പോയി. As soon as they were out of danger, the city mouse said, അവരാ ഒരു ഡേഞ്ചർ സോൺ എന്നല്ലേ, ആ അപകടകരമായ പൂച്ചെലീനെ കണ്ടെന്ത് ചെയ്യൂടോ? പൂച്ചെലീനെ കൊല്ലില്ലേ അവർ? നമ്മള് എനിമീസ് അല്ലേ? ആണ്. അപ്പൊ അവര് നമ്മുടെ സിറ്റി മൗസ് ഓടി. അപ്പൊ അപകടമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ എന്താ പറഞ്ഞത്? That was the old cat. She is the best mouser in town. അല്ലേ? അവളൊരു വയസ്സായ പൂച്ചയാണ്, നമ്മുടെ ടൗണിലെ തന്നെ ഏറ്റവും എലികളെ പിടിക്കാൻ പറ്റിയ. ഷി വാസ് ദ ബെസ്റ്റ് മൗസർ, മീൻസ് എലികളെ പിടിക്കാൻ പറ്റുന്ന ആള്, എലികളെ പിടിക്കുന്ന പൂച്ചകളാണ് അല്ലെ? അവളാണ് ഈ ടൗണിലെ ഏറ്റവും വലിയ മൗസർ. നമ്മളെ എന്താ എലികളെ പിടിക്കുന്ന കാറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ആരാണ്? ഇവളാണ്, ഇപ്പൊ വന്നവളാണ്. That was the old cat. She is the best mouser in town. If she gets you, you are lost. നിന്നെ എങ്ങനെ ഇനി അതിന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, യു ആർ ലോസ്റ്റ്, നീ തീർന്നു മോനെ എന്ന് പറഞ്ഞു. നമ്മൾ പറയാറില്ലേ ഇല്ലേ? അതേപോലെ സിറ്റി മൗസ് കൺട്രി മൗസിനോട് പറഞ്ഞു, നിന്നെ എങ്ങാനും അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ തീർന്നു. ഓക്കെ. This is really terrible, said the country mouse. Let us not go back to the cupboard again. അപ്പൊ നമ്മുടെ കൺട്രി മൗസ് പാവം പേടിച്ചു പോയി അല്ലേ? എന്താ പറഞ്ഞത്? This is terrible. Terrible എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ് അല്ലെ? ഇത് ഭീതി ഉണർത്തുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്, ഭയാനകമാണ്. Terrible means ഭയാനകം അല്ലെ? This is very terrible, said the country mouse. ആര് പറഞ്ഞു? നമ്മുടെ കൺട്രി മൗസ് പറഞ്ഞു. Let us not go back to the cupboard again. നമുക്ക് ഇനി കബോർഡിലേക്ക് പോണ്ട. Let us not go back to the cupboard again. No, said the city mouse. City mouse പറഞ്ഞു, ഇല്ല, നമുക്ക് കബോർഡിലേക്ക് പോകണം. I will take you to the cellar. There is something special there. എന്താ പറഞ്ഞത്? നമുക്കിനി എങ്ങോട്ടേക്ക് പോകാം? നമുക്കിനി സെല്ലാറിലേക്ക് പോകാം. എന്താ സെല്ലർ നിങ്ങൾക്ക് അറിയാമോ? I will take you to the cellar means നിലവറയാണ്. ഓക്കെ ഓക്കെ, അറയാണ് സെല്ലർ. നിലവറ നമ്മുടെ ഒരു അറ മതി, സെല്ലർ. ഓക്കെ. I will take you to the cellar. There is something special there. അവിടെ കുറച്ച് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് വേണ്ടിയിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കില്ലേ നിലവറയുടെ ഉള്ളില്? ഇല്ലേ നല്ല നല്ല സാധനങ്ങളൊക്കെ?
അടുത്ത കൊല്ലത്തേക്ക് വേണ്ട അരികളും ധാന്യങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ലേ? Okay, I will take you to the cellar. There is something special there. So the city mouse took his friends down the cellar stairs. They went to a big cupboard where there were many shelves. On the shelves were jars of butter and cheese. Above them hung bunches of sausages, and there were spicy apples in barrels standing about. Noka. So the city mouse took his friends down the cellar stairs. അതും പറഞ്ഞിട്ട് സിറ്റി മൗസ് എങ്ങോട്ട് കൊണ്ടുപോയി? തന്റെ ഫ്രണ്ടിനെ, തന്റെ ഫ്രണ്ടായ കൺട്രി മൗസിനെ സെല്ലാർ സ്റ്റെയർസിലേക്ക് കൊണ്ടുപോയി. They went into a big cupboard where there were many shelves. അല്ലേ? അവരെങ്ങോട്ടേ പോയത്? ഒരുപാട് ഷെൽഫില്ല. ഓക്കെ, ഒരുപാട് അലമാരകളിലെ വലിയൊരു കബോർഡിലേക്ക് കൊണ്ടുപോയി. On the shelves were jars of butter and cheese. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? There were jars of butter and cheese. ഒന്ന് ബട്ടറും ചീസും ഉണ്ടായിരുന്നു. Next hung bunches of sausages. സോസുകൾ ഉണ്ടായിരുന്നു. ഷഹ്മ, what are you doing there? Okay, പിന്നെ എന്തുണ്ടായിരുന്നു? സോസേജസ് ഉണ്ടായിരുന്നു. Then take the next page. There were spicy apples ഉണ്ടായിരുന്നു. പിന്നെയോ, it smelled so good that it went to the country mouse head. അല്ലേ? എല്ലാം കൂടി, എല്ലാം ഭക്ഷണ സാധനമാണ്. നമ്മൾക്കാലും അങ്ങനെ തന്നെ അല്ലേ? ബിരിയാണിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊണ്ടുവച്ച് നമ്മൾക്ക് നല്ല സ്മെല്ലായിരിക്കില്ലേ കിട്ടുക അല്ലേ? അതുപോലെ തന്നെ ഐസ്ക്രീം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കൺട്രി മൗസിന് ഭയങ്കര ഇഷ്ടമായി അല്ലെ? സ്മെല്ലെല്ലാം അതിന്റെ തലയിലേക്ക് കേറുകയാണ്. It smelled so good that it went to the country mouse head. He ran along the shelf and nibbled at a cheese here and bit a butter there until he saw an especially rich, very delicious smelling piece of cheese in a funny little box in a corner. He was just about to enter the box when the city mouse saw him. Okay, നോക്ക് എന്നിട്ട് it smelled so good that it went to the country mouse head. അല്ലേ? നന്നായിട്ട് സ്മെല് ചെയ്യാണ്. നല്ല സ്മെല്ലാണ് അവർക്ക് വരുന്നത് അല്ലേ? ഭക്ഷണ സാധനത്തിന്റെ സ്മെല്ലാണ് അവർക്ക് രണ്ട് എലികൾക്കും വരുന്നത്. He ran along the shelf and nibbled at a cheese here and a bit of butter there. കൺട്രി മൗസ് ഓടി പോയിട്ട് എന്താ കഴിക്കാൻ പോയത്? ബട്ടറും ചീസും അല്ലേ? രണ്ടും അല്പാൽപമായിട്ട് കുറച്ചായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. Until he saw an especially rich, very delicious smelling piece of cheese in a funny little box in a corner. അപ്പോഴാണ് അവൻ കണ്ടത്, ഒരു കോർണറിലായിട്ട് ഒരു പാത്രത്തില് നല്ല എന്താ ഡെലീഷ്യസ് ചീസ് ഇസ് there അല്ലേ? An especially rich was delicious smelling of piece of cheese in a funny little box in a corner. ഒരു മൂലക്കകത്ത് ഒരു പാത്രത്തിലായിട്ട് കുറച്ച് എന്ത് വെച്ചിട്ടുണ്ട്? ചീസ് വെച്ചിട്ടുണ്ട്, വേറെ തന്നെ വെച്ചിട്ടുണ്ട്. He was just about to enter the box when the city mouse saw him. City mouse നോക്കുന്ന സമയത്ത് കൺട്രി മൗസ് എന്ത് ചെയ്യാണ്? ആ കുഞ്ഞു ബോക്സിലുള്ള ചീസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പാടും നമ്മുടെ സിറ്റി മൗസ് പറഞ്ഞു, stop, cried the city mouse. That is a trap. എന്താ പറഞ്ഞത്? stop, അങ്ങോട്ട് പോകരുത് അല്ലേ? നിർത്തുക. That was a trap. അത് നമ്മളിപ്പോ എലിക്കണി വെക്കാറില്ലേ? ഇല്ലേ? എലി വരുന്നിട്ട് നമ്മൾ എലിപ്പെട്ടി വെക്കാറുണ്ട് അല്ലെ? എലിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇല്ലേ? That was a trap. അപ്പൊ നമ്മുടെ സിറ്റി മൗസ് പറഞ്ഞു കൊടുക്കാണ്, അതുകൊണ്ട് നീ പോകരുത്, അതൊരു ട്രാപ്പാണ്. നമ്മളെ എലിക്കണിയിലേക്ക് എലി വീഴാൻ വേണ്ടി എന്ത് ചെയ്യും? തേങ്ങാപ്പോളൊക്കെ ചുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും അല്ലെ? തേങ്ങയില്ലേ, തേങ്ങ, അതിന്റെ ഒരു കുഞ്ഞു കഷ്ണം നമ്മള് തീയിലാക്കിയിട്ട് എലിപ്പെട്ടിന്റെ ഉള്ളിൽ വെക്കും. എന്തിനു വേണ്ടിട്ടാ? സ്മെല്ല് എലിക്ക് കിട്ടാൻ വേണ്ടിട്ടാ. ഇല്ല, കപ്പേന്റെ കഷ്ണെല്ലാം വെക്കുന്നത് കാണാം അല്ലേ? അപ്പൊ നോക്കിക്കോ, അതുപോലെ ഇവിടെ ചീസ്, നല്ല ചീസിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് എന്തല്ലേ? എലി വീഴാൻ വേണ്ടിട്ട്. നോക്കാം. That is a trap. The country mouse stopped and asked, what is a trap? അപ്പൊ കൺട്രി മൗസിന് ട്രാപ്പ് എന്താണെന്നും കൂടി അറിയില്ല. എന്താണ് ഈ ട്രാപ്പ്? What is trap? That thing is a trap, said the city mouse. The minute you touch the cheese with your
വിത്ത് ഇവിടെ ഉണ്ട് പിക്ചർ കണ്ടോ? ഇവിടെ എലിക്കണിന്റെ പിക്ചർ അവിടെ ഉണ്ട് കണ്ടോ? ഓക്കെ. എന്താ പറഞ്ഞത് സിറ്റി മൗസ്? That thing is a trap. അപ്പൊ എലിക്കണി കാണിച്ചിട്ട് പറഞ്ഞു that is a trap. അതെന്താണ്? ഒരു ട്രാപ്പ് ആണ്. Said the city mouse. The minute you touch the cheese with your teeth, something comes down on your head. Then you are dead. എന്താ പറഞ്ഞു കൊടുത്തത്? എങ്ങനെയാ എലി വീഴുന്നത് എലിപ്പെട്ടിയില്? അതിന്റെ ഉള്ളിലേക്ക് കൈ ഇടരുതെന്ന് നമ്മുടെ പാരന്റ്സ് നമ്മളോട് പറയാറുണ്ട് അല്ലെ? എന്നോടൊക്കെ പറയുന്നത് എനിക്കറിയാം. അതിനുള്ളിലേക്ക് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡോർ വന്നിട്ട് അടയും. അപ്പൊ നമ്മുടെ കൈ നമുക്ക് വേദന എടുക്കും അല്ലെ? അപ്പൊ എന്താ പറഞ്ഞത്? ഈ എലിനോട് കൺട്രി മൗസിനോട് സിറ്റി മൗസ് പറഞ്ഞു കൊടുക്കാണ്, നീ ആ ചീസ് എടുക്കാൻ വേണ്ടി നീ ആ ചീസ് തൊടുന്ന സമയത്ത് അതിന്റെ ഡോർ വന്ന് താഴും. അപ്പൊ നിന്റെ തല പോകും, അങ്ങനെ നീ മരിച്ചു പോകും, അങ്ങനെ നീ ചത്തുപോകും, മരിച്ചു പോകും അല്ലെ ചത്തുപോകും. The minute you touch the cheese with your teeth, something comes down on your head, then you are dead. നീ നിന്റെ പല്ലുകൊണ്ട് ആ ചീസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു വാതില് എന്തോ ഒന്ന് നിന്റെ ദേഹത്ത് നിന്ന് വീഴും, അപ്പൊ തന്നെ നീ ചത്തുപോകും. The country mouse looked at the trap and he looked at the cheese and he looked at the little city mouse. Country mouse എന്ത് ചെയ്തു? ആദ്യം he looked at the trap അല്ലെ? ആദ്യം ആ ട്രാപ്പ് ഒന്ന് നോക്കി, എന്നിട്ടോ and he looked at the cheese, പിന്നെ ആ ചീസ് നോക്കി, വീണ്ടും ആ സിറ്റി മൗസിനെ തന്നെ നോക്കി. The country mouse looked at the trap and he looked at the cheese and he looked at the little city mouse. If you will excuse me, he said, I think I will go home. It's nice to have brown sugar, dried raisins and cheese, but I don't want to be frightened to death all the time. I would rather eat barley and grain and live in peace and comfort. എന്താ നമ്മുടെ പറഞ്ഞെന്നറിയോ കൺട്രി മൗസ്? ഇഫ് യു വിൽ എക്സ്ക്യൂസ് മീ, നീ സമ്മതിക്കുകയാണെങ്കിൽ, ഐ തിങ്ക് ഐ വിൽ ഗോ ഹോം, ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം അല്ലെ ഡോഷിനെ? ഐ തിങ്ക് ഐ വിൽ ഗോ ഹോം. ഇറ്റ്സ് നൈസ് ടു ഹാവ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറും ഡ്രൈഡ് റൈസിൻസും ചീസും ഒക്കെ നല്ലത് തന്നെ. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി ഫ്രൈറ്റൻഡ് ടു ഡെത്ത് ഓൾ ദി ടൈം. പക്ഷെ എനിക്ക് എല്ലാ സമയത്തും ഈ മരണത്തെ അല്ലെ, ഈ മരണത്തെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ വയ്യ. ഏത് സമയത്താണ് ആൾക്കാർ പിടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ കൊല്ലുക എന്നറിയില്ല അല്ലെ? കൺട്രിയിലാണെങ്കിലോ, കൺട്രി സൈഡിലാണെങ്കിലോ, നാട്ടിൻ പുറത്താണെങ്കിലോ ആരെയും പേടിക്കണ്ട. ആദ്യോ സാധനം വന്ന് മോഷ്ടിക്കുന്നത് കൊണ്ടല്ലേ അല്ലെ? അപ്പൊ കൺട്രി മൗസ് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് മീൻസ് പേടിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഫ്രൈറ്റൻഡ് ടു ഡെത്ത് ഓൾ ദി ടൈം. ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ്. എനിക്ക് എല്ലാ സമയത്തും ഈ മരണത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ വയ്യ. ഐ വുഡ് റാദർ ഈറ്റ് ബാർലി ആൻഡ് ഗ്രെയിൻ. ഞാൻ ബാർലിയും ഗ്രെയിനും ഒക്കെ കഴിച്ചോളാം. ആൻഡ് ലിവ് ഇൻ പീസ് ആൻഡ് കംഫേർട്ട്. കംഫേർട്ട് ആയിട്ട് പീസ്. പീസ് മീൻസ് സമാധാനമാണ്. പീസ്. ഞാൻ സമാധാനത്തോടെ കംഫേർട്ട് ആയിട്ട് ജീവിച്ചോളാം. So the country mouse went back to his home and there he stayed for the rest of his time. So the country mouse went back to his home. അതും പറഞ്ഞിട്ട് നമ്മുടെ country mouse വീട്ടിലേക്ക് തിരിച്ചു പോയി. And there he stayed for the rest of his life. അതിനുശേഷം ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ആ country mouse-ന്റെ ജീവിതം ആ കൺട്രി സൈഡിൽ തന്നെ അദ്ദേഹം ജീവിച്ചു തീർത്തു. അതാണ് കഥ. അപ്പൊ എന്താണ് ഇതിന്റെ മോറൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? യു ഹാവ് ടു ലിവ് വിത്ത് കംഫേർട്ട് ആൻഡ് പീസ് അല്ലെ? കംഫേർട്ട് ആയിട്ട് സമാധാനത്തോടെ വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട്. ആരുടെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഇല്ല അല്ലേ? സമാധാനം ഉണ്ടാവോ? നമുക്കില്ല. ഓ ഇവര് നമ്മളെ പിടിക്കുവോ, ഇനിയിപ്പോ നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമോ, നമ്മൾ ചെയ്ത കാര്യം മറ്റുള്ളവർ അറിയോ എന്നുള്ള ഭയം നമുക്ക് ഉണ്ടാകും. തമ്മിൽ ഭേദം എന്താണ്? നമ്മളുടെ കാര്യം നോക്കി അല്ലെ, നമ്മളുടെ കാര്യം നോക്കി നന്നായിട്ട് സമാധാനത്തോടെ ജീവിക്കുക. ഓക്കെ, live with peace and comfort. That is the moral of the story. ഓക്കെ, മനസ്സിലായില്ലേ സ്റ്റോറി? സ്റ്റോറി മനസ്സിലായില്ലേ? Yes. Then I think that's enough for today. We have remaining only 1 minute. Then shall we wind up the class? Shall we wind up the class? Yes. Okay. We can discuss the other activities in the next class.
You have to read that lesson minimum 3 times. Okay. 3 പ്രാവശ്യമെങ്കിലും വായിക്കുക. പാരന്റ്സ് അടുത്തുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. 3 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രം ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പാരന്റ്സ് എനിക്കൊന്ന് വോയിസ് ക്ലിപ്പ് ചെയ്യുക, വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ. ഏഞ്ചൽ റോസ് നോക്കണം അമ്മ കേൾക്കുന്നുണ്ടോ എന്ന് അല്ലേ. 3 പ്രാവശ്യം മിനിമം വായിച്ചിട്ട് വരാം. ഓക്കെ. ബൈ. See you in the next class.